80 വയസ്സ് പ്രായമായിട്ടും ഇപ്പോഴും ഈ പോത്തുകളെ വളർത്തിയാണ് ഈ കർഷകൻ ജീവിക്കുന്നത്. 80 വയസ്സിലും യാതൊരു വിധമായ അസുഖങ്ങൾ ഇദ്ദേഹത്തിനില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. തുടർച്ചയായിട്ട് 40 വർഷം കൊണ്ട് ഇദ്ദേഹം പോത്തുകളെ വളർത്തിയാണ് ജീവിക്കുന്നത്. 2 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് അദ്ദേഹം ഈ തോട്ടിലേക്ക് എത്തുന്നതും ഇവരെ ഇവിടെ വെള്ളത്തിലേക്ക് ഇടാൻ കൊണ്ടുവരുന്നതും. നിശ്ചിത സമയം കഴിയുമ്പോൾ ഇവരെ തിരിച്ചു കൊണ്ടുപോകും. എല്ലാ ദിവസവും ആ കൃത്യസമയത്ത് തന്നെ ഇവരെ ഇവിടെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവരും. പോത്ത് വളർത്താൻ ഇദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വളർച്ച വെച്ചിട്ട് ഇവരെ വിൽപ്പന നടത്താറുണ്ട്. പോത്ത് വളർത്തൽ എന്തുകൊണ്ടും വളരെ ലാഭകരം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നല്ല അനുസരണയോട് കൂടി തന്നെയാണ് ഈ പോത്തുകൾ വളരുന്നത്. ഇദ്ദേഹം എല്ലാവരെയും ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം പറയുമ്പോഴും അത് നടക്കുകയും നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുകയും ഒക്കെ ഈ പോത്തുകൾ ചെയ്യും. അത്രയ്ക്ക് നല്ല രീതിയിലാണ് ഇദ്ദേഹം പോത്തുകളെ വളർത്തുന്നത്. അതേപോലെ സീറോ ബജറ്റ് ഫാമിംഗ് ആണ് ഇദ്ദേഹം അവലംബിക്കുന്നത്. പോത്തുകളെ വളർത്താനായിട്ട് പ്രത്യേകം വലിയ കൂടുകളൊന്നും ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. വീടിൻ്റെ ഫ്രണ്ടിലും താൽക്കാലികമായി ഉണ്ടാക്കിയ തൊഴുത്തിലുമൊക്കെയാണ് ഇദ്ദേഹം പോത്തുകളെ വളർത്തുന്നത്. നമ്മളെ കൗതുകപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച, 80 വയസ്സായിട്ടും പോത്തുകളെ വളർത്തി ഇപ്പോഴും സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഇതേപോലുള്ള കർഷകരെ കാണുമ്പോൾ നമുക്ക് വളരെ ബഹുമാനവും സന്തോഷവും ഒക്കെ തോന്നാറുണ്ട്. ഇതാണ് ശരിക്കും കർഷകരെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് ഇതേപോലത്തെ കർഷകരുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജീവൻ വ്ളോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലൊന്ന് കാണാൻ ശ്രമിക്കണം. വ്യത്യസ്തരായിട്ടുള്ള കർഷകരെയും കാർഷിക അറിവുകളും വ്യത്യസ്ത കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ചാനലിൽ പങ്കുവെക്കാറുള്ളത്. തുടർന്ന് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകണം. നല്ല നല്ല വീഡിയോകൾ കാണാനായിട്ട് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകണം. എന്തായാലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതേപോലുള്ള നല്ല കർഷകരുമായി നമ്മൾ ഉടൻ തന്നെ എത്തുന്നതാണ്. ഇദ്ദേഹം പോത്തുകളെ എങ്ങനെ വളർത്തണമെന്ന് വളരെ വിശദമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട്. അപ്പം പോത്ത് വളർത്തുന്ന കർഷകർക്ക് അത് വളരെ ഉപകാരപ്രദമാകും. നാടൻ പച്ചമരുന്ന് രീതികളും നാടൻ മരുന്നുകളൊക്കെ എങ്ങനെ കൊടുക്കണമെന്നും മരുന്നുകൾ എങ്ങനെ കൊടുക്കണമെന്നും ഇവയെ എങ്ങനെ പരിപാലിക്കണമെന്നും ആഹാരക്രമം എങ്ങനെയാണെന്നൊക്കെ വളരെ വിശദമായി ഇദ്ദേഹം നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കാണാൻ മറക്കല്ലേ.